കേരളത്തിൽ ബി ജെ പിയുടെ അടിത്തറ വിപുലമാകുന്നുണ്ട് എന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ഇടയ്ക്കിടെ പറയാറുണ്ട്. അതിനെ പുച്ഛിച്ച് തള്ളുന്നവരാണ് ഏറെയും. പക്ഷേ അതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഈ ഒരു അനാലിസിസ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ ഇത് സമാനമായ രീതിയിൽ വിവിധ മതനേതാക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ കണ്ട് ന്യൂസ് 80 ചാനലിലെ മധു അപർണദാസ് നടത്തിയ ഒരു അവലോകനം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. ബി ജെ പിയുടെ അടിത്തറ വിപുലമായിട്ടുണ്ടോ കേരളത്തിൽ? മോദി എന്തുകൊണ്ട് അടിക്കടി ഇവിടെ എത്തുന്നു? മോദിയുടെ വരവ് വെറുതെയാകുമോ? തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. അതിൽ അവർക്ക് അടിത്തറയുള്ള തെലങ്കാനയിലോ കർണാടകത്തിലോ അല്ല അദ്ദേഹം ഏറ്റവും കൂടുതൽ റാലികളിലും മറ്റും പങ്കെടുത്തിട്ടുള്ളത്. തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് ഏറ്റവും കൂടുതൽ റാലികളിൽ പങ്കെടുക്കുന്നു, പല പരിപാടികളിൽ പങ്കെടുക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തുന്ന അനവധി പരിപാടികൾ. അങ്ങനെ കഴിഞ്ഞ ഒരു വർഷക്കാലം പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളൊന്ന് കേരളമാണ്. ആ വരവ് വെറുതെ അല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ മുഖ്യ പ്രചാരകനാണ് പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് അനവധി റാലികൾ, 500ഓളം റാലികളാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെതായ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 500 റാലി എന്ന് പറയുമ്പോൾ ഈ ഇലക്ഷൻ ടൈമിൽ മാത്രമല്ല, ആ റാലികൾ തുടങ്ങിയിട്ട് അനവധി നാളുകളേറെയായി, ഏതാണ്ട് ഒരു വർഷത്തിനേറെയായി ഈ റാലികൾ പലയിടത്തായി നടന്നു വരുന്നത്. ആ റാലികളിലെല്ലാം പങ്കെടുക്കണം, എല്ലായിടത്തും ഓടിയെത്തണം. ആ പ്രധാനമന്ത്രി 20 സീറ്റുള്ള കേരളത്തിലേക്ക് എന്തുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നാളെ വരെ ബി ജെ പിക്ക് കടന്നു കയറാൻ കഴിയാതിരുന്ന ചില മേഖലകളിലേക്ക് ബി ജെ പി പതുക്കെ കടന്നു കയറി തുടങ്ങിയിരിക്കുന്നു. ബി ജെ പിക്ക് കേരളത്തിൽ ഒരു വലിയ പ്ലാൻ ഉണ്ടാകും, പ്ലാൻ എ. ഏതായാലും നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഹൈന്ദവ വോട്ടുകൾ ഏകീകരിച്ച് കൊണ്ടുവന്ന് ബി ജെ പി ഈ ഹൈന്ദവരെല്ലാം കൂടി വോട്ട് ചെയ്ത് അധികാരത്തിൽ ഏറ്റുക എന്നുള്ളത് അസംഭവ്യമായ കാര്യമാണ്. അത് കേരളത്തിൽ നിന്നല്ല, ഒരു സംസ്ഥാനത്തും നടക്കാവുന്നൊരു കാര്യമല്ല. കാരണം ഈ ഒരു സമുദായം മുഴുവനായി ഒരു പാർട്ടിയുടെ പിന്നിൽ അണിനിരക്കില്ല, പ്രത്യേകിച്ച് ഹൈന്ദവ വിഭാഗം. കാരണം അനവധി സമുദായങ്ങളുണ്ട്, ഈ സമുദായ നേതാക്കൾ തമ്മിലുള്ള സ്പർദ്ധകളുണ്ട്. സമുദായ നേതാക്കൾ പറഞ്ഞാൽ അനുസരിക്കാത്തവരാണ് അണികളിൽ ഏറെയും. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ മാസ്റ്റർ പ്ലാൻ എ പൊളിഞ്ഞ് പാളീസാകാൻ അധിക സമയം വേണ്ടി വന്നില്ല. കാരണം അവരാദ്യം ഈ ഹൈന്ദവ വിഭാഗത്തിലെ സമുദായ നേതാക്കളെ മറ്റും കണ്ട് അവരുടെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ടും അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് മുൻപോട്ട് പോയപ്പോൾ അതെല്ലാം വെറും കടലാസ പുല്ലുകളാണ് അവരെന്ന് മനസ്സിലാക്കാൻ അധികം നാളുകൾ വേണ്ടി വന്നില്ല. കാരണം ഈ സമുദായ നേതാക്കൾക്കൊന്നും ഈ സമുദായത്തിൽ വലിയ ഗ്രിപ്പൊന്നുമില്ല. പക്ഷേ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അങ്ങനെയല്ല, സംഘടിതമാണ് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ. ആ വിഭാഗങ്ങളുടെ വോട്ട് നേടാതെ കേരളത്തിൽ ബി ജെ പി എന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അധികാരത്തിൽ വരാൻ കഴിയുകയില്ല. ഈ യാഥാർത്ഥ്യം ബി ജെ പി തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ട് വളരെ നാളുകളായി. ഇതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ആദ്യ തവണ നടത്തിയിരുന്നത്. അത് സഭാ നേതൃത്വവുമായിട്ടൊക്കെ പോയി സംസാരിക്കുന്നു, സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ പോയി ചർച്ചകളൊക്കെ മറ്റും നടത്തും. അതുകൊണ്ടും വലിയ ഫലമുണ്ടായില്ല. അങ്ങനെ പ്ലാൻ എ മടക്കി വെച്ച് പ്ലാൻ ബിയിലേക്ക് തിരിച്ചു. പ്ലാൻ ബിയിലേക്ക് എത്തിയപ്പോഴേക്കും കേന്ദ്രം നേരിട്ട് ഈ ഇവിടുത്തെ ഓപ്പറേഷൻ ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ് പ്ലാൻ ബിയുടെ ഒന്നാമത്തെ പ്രത്യേകത. അപ്പോഴേക്കും ഈ സഭാ നേതൃത്വവുമായി കേന്ദ്ര നേതൃത്വത്തിനെ ബന്ധപ്പെടാനുള്ള ഒരു പാലമായി വർത്തിച്ചത് ഗോവ ഗവർണർ അടക്കമുള്ളവരായിരുന്നെങ്കിൽ, പിന്നീട് ഈ സഭാ നേതൃത്വത്തിന് ഡയറക്റ്റ് അമിത്ഷായെയും മോദിയെയും രാജ്നാഥ് സിംഗിനെയും ഒക്കെ കാണാനുള്ള ഒരു വഴി തുറന്നു കൊടുത്തു. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വേളയിൽ സഭാ നേതൃത്വം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സഭാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടാണ് അൽഫോൺസ് കണ്ണന്താനത്തെ കേന്ദ്രം മന്ത്രിയാക്കിയത്. അതായത് സഭാ നേതൃത്വവും കേന്ദ്രവുമായി ഒരു പാലം വേണമെന്ന് സഭാ നേതൃത്വം ആവശ്യപ്പെട്ടപ്പോൾ ആ പാലമായിട്ട് വർത്തിക്കാനായിരുന്നു അൽഫോൺസ് കണ്ണന്താനത്തെ നിയമിച്ചത്. പക്ഷേ അൽഫോൺസ് കണ്ണന്താനം മന്ത്രി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമുണ്ടായി. അതിനാണ് മോദി മാറ്റം വരുത്തിയത്. കാരണം ഡയറക്റ്റ് ഇവരുമായി ചർച്ച ചെയ്യുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് ചെവി കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അടിക്കടിയുള്ള സന്ദർശനങ്ങൾ, റാലികൾ, അതായത് ഒരു ഭാഗത്തുകൂടി പാർട്ടിക്ക് വേണ്ട ഉത്തേജനം നൽകിക്കൊണ്ട് പാർട്ടിയെ സജീവമാക്കി നിർത്തുക. കാരണം അവർക്ക് മുൻപോട്ട് പോവുക, അതായത് പാർട്ടിയെ മേൽത്തട്ടിൽ ഉറപ്പിച്ചു നിർത്തുകയും താഴെ അവർ വളരെ 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 പ്ലാനിങ്ങുകളോടെ ഒരു വലിയ മുന്നൊരുക്കം നടത്തി. അതായത് അടിത്തട്ട് അവർ പല സോഷ്യൽ എഞ്ചിനീയറിംഗ് വ്യാപൃതരായിരുന്നു കേന്ദ്ര നേതൃത്വം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതായത് ഈ ന്യൂനപക്ഷ വോട്ട് കേരളത്തിൽ സംഘടിതമാണ്, 50% ആ വോട്ട് ഒന്നിച്ച് കിട്ടുക പ്രയാസകരമാണ്. അത് കാലങ്ങളിലായി ഈ ലോക്സഭയിലേക്ക് കോൺഗ്രസിനും നിയമസഭയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് LDFനും മാറുന്ന ഒരു പാറ്റേൺ ആയിരുന്നെങ്കിൽ ആ പാറ്റേണിലേക്ക് കടന്നു കയറുകയായിരുന്നു ബി ജെ പിയുടെ ഏറ്റവും വലിയ ദുഷ്കരമായ ഒരു ദൗത്യം. ആ ദൗത്യത്തിൽ അവർ കുറച്ചൊക്കെ വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പ്രത്യേകിച്ച് ഈ സീറോ മലബാർ സഭയിലെ വിശ്വാസികളും ഈ ഹൈന്ദവ സംസ്കാരവുമായി ഏതാണ്ട് അടുത്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്കിടയിലേക്കാണ് ബി ജെ പിക്ക് കടന്നു ചെല്ലാൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്.
അവരിലൊരു ചെറിയ വിഭാഗമാണെങ്കിൽ പോലും BJPയെ തുറന്ന് പിന്തുണയ്ക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കുന്നില്ല. അതിലെ ചില മെത്രാന്മാരൊക്കെ പബ്ലിക്കായി തന്നെ പറയുന്നുണ്ട്, BJP കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്, അവരെ ഒഴിവാക്കിക്കൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയില്ല, അവരെ ഒഴിവാക്കി നിർത്തേണ്ട ആവശ്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നവരുണ്ട്. നമുക്കറിയാം, ഈ സമീപകാലത്തെ കേരള സ്റ്റോറി കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നു, കേരളത്തിലല്ല ദൂരദർശനിൽ ഈ കേരള സ്റ്റോറി സിനിമ പ്രദർശനത്തിന് എത്തുന്നു. ആ പ്രദർശനത്തിന് എത്തുന്നത് വലിയ വിവാദമാകുന്നു. തുടർന്ന് ആ ചിത്രം ചില രൂപതകളിൽ പ്രദർശിപ്പിക്കുന്നു. അത് ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയായി മാറുന്നു. നമുക്കറിയാം, ക്രൈസ്തവ വിഭാഗം ഏറെയുള്ള നാഗാലാൻഡിൽ ഏതാണ്ട് 90% വരുന്ന ക്രൈസ്തവ വിഭാഗമുള്ള നാഗാലാൻഡിൽ പോലും BJP ഭരിക്കുമ്പോൾ, ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങൾ BJPയുടെ കൈകളിൽ ഒതുങ്ങി നിൽക്കുമ്പോഴാണ് കേരളം അല്പം മാറി ചിന്തിച്ചത്. ഇപ്പോൾ ഏതാണ്ട് അതിനൊരു മാറ്റം വന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടി വരും. കാരണം BJP എ ക്ലാസ് മണ്ഡലമായി കരുതുന്ന എല്ലാ മണ്ഡലങ്ങളിലും ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ വോട്ടുകൾ തന്നെയാണ്. അത് തൃശ്ശൂരായാലും തിരുവനന്തപുരത്തായാലും പത്തനംതിട്ട ആയാലും ഒക്കെ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായി തന്നെയാണ്. ഇതുവരെ നടത്തിയ അവരുടെ ആ ഒരു തന്ത്രങ്ങൾ വിജയം കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ അറിയാൻ കഴിയും. ഏതായാലും ഇപ്പോൾ LDFും UDFും പ്രധാനമായും ക്രിസ്തീയ വിഭാഗങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് മണിപ്പൂരാണ്. പക്ഷേ മണിപ്പൂർ വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം ക്രിസ്തീയ സഭകൾക്കും അവരുടെ അണികൾക്കുമൊക്കെ കൃത്യമായി തന്നെ അറിയാം. അതൊരു ഗോത്രവർഗ കലാപമായിരുന്നു എന്നും 1960കളിൽ തുടങ്ങിയ കലാപം നിർത്താൻ കോൺഗ്രസിന് പോലും കഴിഞ്ഞില്ല എന്നും മനസ്സിലാകുന്നു. ഇവിടെ രണ്ട് വിഭാഗത്തിലും മേത്തികളിലും കുക്കികളിലും ക്രൈസ്തവരുണ്ട്. കുക്കികളിൽ അല്പം കൂടുതലുണ്ട് എന്ന് മാത്രമാണ്. ഇത് ഗോത്ര കലാപമാണ് എന്ന് കൃത്യമായി അറിയാവുന്നിട്ടും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അത് വംശഹത്യ എന്നൊക്കെ ഇടതുപക്ഷം, പക്ഷേ അതിപ്പോൾ വേണ്ട രീതിയിൽ ഏക്കുന്നില്ലാത്തൊരു സാഹചര്യം. അതായത് കേന്ദ്രമില്ലാതെ മുൻപോട്ട് പോകാൻ ക്രൈസ്തവ സഭകൾക്ക് കഴിയില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം, ക്രൈസ്തവ സഭകളുടെ തന്നെ അനവധി സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കൂടിയേ തീരൂ എന്നുള്ള ഒരു രീതിയിൽ മുൻപോട്ട് പോകുന്ന അനവധി സ്ഥാപനങ്ങളും കാര്യങ്ങളുമാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ പോലും സംസ്ഥാന സർക്കാരിനെ പിണക്കിക്കൊണ്ട് നമുക്കൊരു സംരംഭവുമായി മുൻപോട്ട് പോകാൻ കഴിയും. കാരണം സർക്കാരിൻ്റെ സഹായം പലപ്പോഴും സംരംഭങ്ങൾക്കായാലും ഇല്ലെങ്കിൽ നാം നടത്തുന്ന പല പ്രവർത്തനങ്ങൾക്കായാലും ആവശ്യവും അനിവാര്യവുമാണ്. അത് ഇല്ലാതെ മുൻപോട്ട് പോകുവാനേ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ നാട്ടിൽ സമുദായ സംഘടനകൾ പലപ്പോഴും പല സ്റ്റാൻഡുകൾ എടുക്കുന്നത്. ഒരേ സമയത്ത് തന്നെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും തല്ലിയും തലോടിയും മുൻപോട്ട് കൊണ്ടുപോകുന്നു. ഈ ഒരു കാര്യത്തിൽ തന്നെയാണ് ഇവിടെയാണ് സഭ ഒരു കടുംപെട്ടുമായി ഈ കേന്ദ്രം ഭരിക്കുന്ന BJPക്കെതിരെ ഇനിയും നിലകൊണ്ട് കഴിഞ്ഞാൽ മുൻപോട്ട് പോവുക, പ്രത്യേകിച്ച് അവരുടെ കാര്യങ്ങൾക്ക്, അതായത് അവരുടെ സ്ഥാപനങ്ങൾക്കായാലും മറ്റുള്ള കാര്യങ്ങൾക്ക് മുൻപോട്ട് പോവുക പ്രയാസകരമായിരിക്കും. കാരണം കേന്ദ്ര ഫണ്ടിൽ പ്രവർത്തിക്കുന്ന അനവധി സ്ഥാപനങ്ങൾ സഭയ്ക്ക് മാത്രമല്ല അനവധി സമുദായ സംഘടനകൾക്കുണ്ട്. സ്കൂളുകളായാലും മറ്റുള്ള ഇടങ്ങളായാലും ഒക്കെ തന്നെ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങണം എന്ന് കരുതി നാളെ ക്രൈസ്തവരെല്ലാം കൂട്ടത്തോടെ വന്ന് BJPക്ക് വോട്ട് ചെയ്യും, BJP വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളതല്ല. കാര്യങ്ങളുടെ ഒരു ഗൗരവം അവർക്ക് ബോധ്യമായിട്ടുണ്ട്. അത് ബോധ്യമാക്കുന്നതിൽ കേന്ദ്ര സർക്കാരും BJP കേന്ദ്ര നേതൃത്വം വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് അവരുടെ കാര്യങ്ങൾ, അതായത് ക്രൈസ്തവ സഭയുമായിട്ടുള്ള അവരുടെ ആ ഒരു ഇഴയടുപ്പത്തിൻ്റെ വ്യാപ്തി അളക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നരേന്ദ്രമോദിയെപ്പോലെ ഒരു നേതാവ് കേരളത്തിൽ അടിക്കേണ്ടി വരുന്നത് വെറുതെയല്ല. ഇത്തവണ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുക തന്നെ ചെയ്യും. അത്തരത്തിൽ വേണം നാം കരുതാൻ. കാരണം അത്രത്തോളം ആത്മവിശ്വാസം കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന് ആത്മവിശ്വാസം അല്പം കുറവാണെങ്കിലും കേന്ദ്ര നേതാക്കൾ ഇല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു KRളത്തിൽ BJP അക്കൗണ്ട് തുറക്കും. കേന്ദ്രത്തിൽ BJPക്ക് കേന്ദ്രമന്ത്രിമാർ ഉണ്ടാവുകയും ചെയ്യുമെന്ന്. ഏതായാലും ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെ കരുതേണ്ടി വരും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ആരോറക്കിയ അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഉണ്ട് BJPയുടെ. ആ മാനിഫെസ്റ്റോ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കും. ക്രൈസ്തവ സഭകൾക്ക് വലിയ സ്വാധീനമുള്ളത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും തീരദേശ മേഖലയിലാണ്, പ്രത്യേകിച്ച് ലത്തീൻ വിഭാഗത്തിന്. നമുക്കറിയാം, നരേന്ദ്രമോദി സർക്കാർ 2014 ആദ്യമായി അധികാരത്തിൽ വരുമ്പോഴാണ് ഒരു ഫിഷറീസ് മന്ത്രാലയം തന്നെ നമ്മുടെ രാജ്യത്ത് ആദ്യമായി വരുന്നത്. അതിന് കീഴിൽ മത്സ്യസമ്പദ് യോജന എന്ന് പറയുന്നൊരു വലിയ പ്രൊജക്റ്റ് അന്ന് തന്നെ ആരംഭിച്ചിരുന്നു. ആ പ്രൊജക്റ്റ് കുറച്ചുകൂടി വിപുലീകരിക്കുന്ന ഒരു പദ്ധതിയാണ് പുതിയ മാനിഫെസ്റ്റോയിൽ 2024 മാനിഫെസ്റ്റോയിൽ അവർ പറയുന്ന കാര്യം. അതായത് വളരെ കാലമായി തീരദേശ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ ആക്കം കൂട്ടിക്കൊണ്ടാണ് അടുത്ത വരവിൽ മോദി വരുന്നത്. അപ്പോഴേക്കും ഈ സഭകൾക്കോ ഇല്ലെങ്കിൽ കുത്തിത്തിരിപ്പുകാർക്കോ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. സ്വാഭാവികമായി തന്നെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി, നമ്മൾ അങ്ങനെയാണല്ലോ സ്വാഭാവികമായി മലയാളികൾ ചിന്തിക്കുന്നത്, ആരാണോ ഭരിക്കുന്നത് അവരോടൊപ്പം നിൽക്കുക എന്നത് നമ്മുടെ ഒരു നയമാണ്. അവിടെ ചാണകം സംഖ്യ എന്നൊന്നും പറഞ്ഞാൽ ഇനി വലുതായി വിലപ്പോകുമെന്ന് തോന്നുന്നുമില്ല. അത് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുക തന്നെ ചെയ്യും. ഇതിനാണ് ന്യൂസിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.